ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ മരത്തിൽ വാഗേലച്ഛൻ്റെ ആണ്ടിന് പോവാട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും പോണതാട്ടോ. അച്ഛനെ ദൈവദാസനാക്കിയേക്കണാണ്, ഇനി വിശുദ്ധനാക്കണം, പിന്നെ പുണ്യാളനാക്കണം. അപ്പം എല്ലാ വർഷവും ഞങ്ങൾ പോവാറുണ്ട്. അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊക്കെയാണ്. എനിക്ക് പണ്ട് വയ്യാതിരുന്ന സമയത്ത് എൻ്റെ അമ്മ പോയി തുടങ്ങിയതാണ്. എനിക്ക് പണ്ട് ഞാൻ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് ഉപ്പിൻ്റെ ഒരു അസുഖം വന്നു. അപ്പോൾ എനിക്ക് ഉപ്പിട്ട ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ അവിടുത്തെ നേർച്ച കൊണ്ടുവന്ന് വന്നപ്പോൾ എൻ്റെ മാറിയായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് മുതലേ പോണേ. എനിക്ക് ഒരു 4-5 വയസ്സുള്ളപ്പോഴെങ്ങാണ്ട് വന്നേ. പിന്നെ ഞങ്ങൾ മുടക്കില്ല, ഞങ്ങൾ എല്ലാ വർഷവും പോകുന്നുണ്ട്. ഞങ്ങൾ വൈകിയാട്ടോ പോയത്. എന്നാൽ പോലും അവിടെ എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പം അച്ഛൻ്റെ കുഴിക്കയിലോട്ട് പോകാനായിട്ട് ഒരു ചെറിയ റോഡാട്ടോ. കുഴിക്കയിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ പള്ളിയിൽ പോയത്. അപ്പം ഞങ്ങൾ കുഴിക്കയിലെത്തിയിട്ടോ. അവിടെ ചെന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ പോകും. പള്ളിയിൽ ഫുഡുണ്ട് കേട്ടോ, അച്ഛൻ്റെ ആണ്ടായതുകൊണ്ട്. അപ്പോൾ ഇത് നവംബർ മാസം ആയതുകൊണ്ട് മരിച്ചവരുടെ മാസമല്ലേ. അപ്പോൾ എല്ലാവരും കുഴിക്കൊക്കെ നല്ല അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി അധികം വീഡിയോ എടുക്കാമെന്നും പോയില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലേ പോണേ. ഞങ്ങൾ പിന്നെ എല്ലാ വർഷവും വരികയും ചെയ്യണതാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് അച്ഛൻ്റെ നൊവേന നടക്കുന്ന ദിവസം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നൊവേന ഉണ്ടാവും, പിന്നെ കഞ്ഞി ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് അവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ പോന വഴി കുറേ കടകളും ബലൂണും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടുപേരും എന്നെ അതൊക്കെ കാണിച്ച് തന്ന് വരുമോട്ടെ, വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഇറങ്ങുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ പോന വഴിയും കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീം വണ്ടിയൊക്കെ കണ്ടപ്പോൾ കണ്ണന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞേ. ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ 3 പേർക്ക് കീച്ചേ മേടിച്ചോ ഹാർട്ടിന്റെ. അമ്മ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ അമ്മുവിൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനാണ് കീ ചെയിനും വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് വരും കേട്ടോ. ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പള്ളിയുടെ മുറ്റത്തോട്ട് കയറി. പള്ളിയുടെ വാതിക്കയിലാണ് ഫുഡൊക്കെ കൊടുക്കണേ. നല്ല തിരക്കുണ്ട് കേട്ടോ. പക്ഷെ ഫുഡ് കൊടുക്കണവർക്ക് വലിയ തിരക്കില്ല കേട്ടോ. ഒരുപാട് ക്യൂ ഒക്കെ ഉള്ളതുകൊണ്ടും പിന്നെ വലിയ തിരക്കില്ല. അപ്പം ഞാൻ ഇവർക്ക് 2 പേർക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടോ. അവനാണെങ്കിൽ സാമ്പാറും പപ്പടവും മാത്രം മതി എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ എല്ലാ കറിയൊന്നും കൂട്ടില്ല. പക്ഷെ എന്നാലും അവൻ ഒറ്റയ്ക്ക് കഴിക്കാനുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അമ്മയുണ്ട്, അമ്മുണ്ട്, ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് കഴിക്കും കേട്ടോ. പിന്നെ പോരുമ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് നേർച്ച വാങ്ങിച്ചേ പോരുവോളല്ലോ. എപ്പോൾ ഏത് പള്ളിയിൽ പോയാലും അതെ നേർച്ച കൊണ്ടുവരും കേട്ടോ. വീട്ടിൽ കൊണ്ടുവന്നിട്ട് വൈകുന്നേരം ഇവർക്ക് ഇച്ചിരി കൊടുക്കും. പിന്നെ വരാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും കൊടുക്കാനായിട്ട്. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങി പപ്പേനെ നോക്കി നിൽക്കുക കേട്ടോ. നല്ല തിരക്ക്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ. കണ്ടതിനൊക്കെ നന്ദി.